പറഞ്ഞില്ലേ മോളെ, നിനക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അരുൺ ഗോവിന്ദ് സാറ് ഗിഫ്റ്റ് തരാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാറിന്റെ ഒരു കീർത്തനം എടുത്ത് കമ്പോസ് ചെയ്ത് കളിക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കാം. ശ്രീകുട്ടി, ശ്രീദേവി, കൺഗ്രാറ്റ്സ്. എന്തിന്? സമ്മാനം മേടിച്ചതിന്. എനിക്ക് ഈ ഫോർമാലിറ്റി തീരെ ഇഷ്ടമല്ല. സമ്മാനം മേടിച്ച ഒരാളെ അഭിനന്ദിക്കുന്നത് ഫോർമാലിറ്റി ആണോ? അവോ എനിക്കറിയില്ല. ആണ്. നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളവര് കൺഗ്രാറ്റ്സും താങ്ക്സും ഒക്കെ പറയുന്നത് എനിക്ക് ദേഷ്യ. എന്നാ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ആ, നവീൻ വന്നല്ലോ. ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. എനിക്ക് പ്രൈസ് തന്നത് ആരാന്നറിയോ? ആ, എവിടെയോ കണ്ടിട്ടുണ്ട്. ഏതൊരു സംഗീതജ്ഞനല്ലേ? അതെ, ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ആളാ. മോളെ, അമ്മേ, ഇത് നവീൻ, എന്റെ ഫ്രണ്ടാ. അതെന്റെ അമ്മ. ഇത് ഞങ്ങളുടെ സൈനബ താത്ത. അത് ഞങ്ങളുടെ പുന്നാര മറിയമ്മ ചേച്ചി. ശരി, നിങ്ങൾ സംസാരിക്കേ. മോളെ, ഡാൻസ് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഒന്നാം സമ്മാനം നമ്മുടെ ശ്രീകുട്ടിമോക്കാണെന്ന്. അല്ലേ സൈനബ? പിന്നെ അല്ലാതെ. ഭാനു ചേച്ചിക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച ഇത്ര നേരം അവിടെ ഇരുന്നത്. ആ, പിന്നെ വലിയ ആൾക്കാരുടെ ഇന്നലെ മോള് സമ്മാനം വാങ്ങിച്ചത്. അതൊക്കെ വലിയ കാര്യമാ. പിന്നെ ആ സാറിന്റെ പേരെന്തായിരുന്നു മോളെ? അരുൺ ഗോവിന്ദ് സാറെന്നാ. വലിയ സംഗീതജ്ഞനാ. അദ്ദേഹം ഈണം ചെയ്ത പാട്ടുകളിലൊക്കെ വലിയ വലിയ നർത്തകിമാരൊക്കെയാ ഡാൻസ് കളിക്കുന്നത്. അതെയോ? നീ ഒരിക്കലും അതുപോലെ വലിയ വലിയ പാട്ടുകാർക്ക് ഡാൻസ് ചെയ്യും മോളെ. ശ്രീദേവിയെ നേരിട്ട് വന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി. ഞാൻ പല ഫംഗ്ഷനും ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഭരതനാട്യത്തിൽ ഇത്ര ഗ്രേസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഡാൻസ് ഒരിക്കലും നിർത്തരുത്. ശ്രീദേവിക്ക് ഒരു നല്ല ഭാവിയുണ്ട്. കൺഗ്രാറ്റ്സ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. അരുൺ ഗോവിന്ദ് സാറിനെ പോലൊരു വലിയ സംഗീതജ്ഞന്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങുന്നത് എന്റെ വലിയ ഭാഗ്യാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു കീർത്തനം ചിട്ടപ്പെടുത്തി കളിക്കാന്നുള്ളത് നർത്തകിമാരായ എല്ലാവരുടെയും ആഗ്രഹം. അദ്ദേഹത്തിന്റെ കീർത്തനം ചിട്ടപ്പെടുത്തി മോളും കളിക്കും മോളെ ഒരു ദിവസം. അതിനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു.
ഗോവിന്ദ് സാറ് വലിയ സംഗീതജ്ഞനാ. അദ്ദേഹം ഈണം ചെയ്ത പാട്ടുകളിലൊക്കെ വലിയ വലിയ നർത്തകിമാരൊക്കെ ഡാൻസ് കളിക്കുന്നത്. അമ്മേ, അമ്മ എന്താ സ്വപ്നം കാണുകയാണോ? അമ്മയുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചമില്ലാത്തത്? എനിക്ക് സമ്മാനം കിട്ടിയതിൽ അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. അയ്യേ, എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ആ സന്തോഷം എങ്ങനെ കാണിക്കണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. ഇനി എനിക്കൊരു ഉമ്മ താ. താ അമ്മേ. അങ്ങനെ വഴിക്കുവാ. ഡി, ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം? 2-3 വർഷവും കൂടെ കഴിഞ്ഞ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ കയറി ചെല്ലേണ്ട പെണ്ണ. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്കൊന്നും പോവില്ല. ഞാൻ അമ്മയുടെ കൂടെ തന്നെ കാണും എന്നും. അയ്യോ, അധിക പ്രസംഗം പറയാതെ എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങ്. രാവിലെ എഴുന്നേക്കാനുള്ളതാണെന്നുള്ള വിചാരം വേണ്ട നിനക്ക്. രാവിലെ എന്തിനാ എഴുന്നേക്കുന്നേ? ആ എടി, ഡാൻസിന്റെ ഇടയില് അച്ഛന്റെ കാര്യം മറന്നോ നീ? അച്ഛന്റെ ഓർമ്മ ദിവസം അല്ലേ നാളെ? നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ? എടി, എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന കാര്യമല്ലേ ഇത്? ഇപ്പൊ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായെന്നെ എനിക്ക് സമ്മാനം കിട്ടിയ കാര്യത്തില്. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡാൻസുകാരിയാക്കണമെന്ന്. നിന്റെ ഡാൻസ് ക്ലാസ്സിനുള്ള കാശ് കണ്ടെത്താൻ നിന്റെ അച്ഛൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഞാൻ പറയും, നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് വഴക്ക് കൂടിയിട്ട് 2-3 ദിവസത്തേക്ക് എൻ്റെ അടുത്ത് മിണ്ടോ കൂടിയില്ല. മരിക്കുന്നതിന് 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു, ഞാൻ പോയാലും മോളുടെ ഒരിഷ്ടങ്ങൾക്കും മുടക്കം വരുത്തരുതെന്ന്. ഭാനുമതിക്ക് വിഷമായി. ഇപ്പൊ കരയാൻ തുടങ്ങും. വേണ്ടാട്ടോ. അച്ഛൻ എവിടെയോ ഇരുന്ന് ഇന്നത്തെ ദിവസം എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. അന്നേരം അമ്മ കരയാനാണ് നോക്കുന്നത്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇന്ന് എനിക്ക് വയ്യമ്മേ, നാളെ മുതൽ പഠിക്കാം. ഡാൻസും കലോത്സവവും ഒക്കെ കഴിഞ്ഞു. ഇനി മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചോളണം. പരീക്ഷയാണ് വരാൻ പോണതേ. ഈ ഡാൻസ് എന്നും കൂത്തെന്നും പറഞ്ഞ് ഇനി സമയം കളഞ്ഞാലുണ്ടല്ലോ. അമ്മ, കാലിന് ഭയങ്കര വേദനയാ. ഞാൻ കിടക്കാൻ പോവാ. ഇന്ന് എനിക്ക് ചോറ് വേണ്ട. ഡി നിക്കേ, ചോറ് വെന്തടി. കഴിച്ചിട്ടേ കിടന്ന് ഉറങ്ങാവോ കേട്ടോ. ഞാൻ കഴിച്ചോളാം. ഇന്ന് ഇനി ഈ പെണ്ണ് ഒന്നും കഴിക്കാൻ പോണില്ല. ആഹാ, നീ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞു വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇക്കാട് വരാൻ പറഞ്ഞല്ലേ. എന്ത് രസോ പിള്ളേരുടെ ഡാൻസ് ഒക്കെ കാണാൻ. ഭരതനാട്യത്തിന് ശ്രീകുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്. ആഹാ, അത് കൊള്ളാലോ. ശ്രീകുട്ടി അത്രയ്ക്ക് വലിയ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കൊച്ചിലെ മുതൽ അവള് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കല്ലേ. അത് ഭാനിച്ച് ഒരു മുടക്കവും കൂടാതെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനുള്ള പൈസ ബാഞ്ചി എവിടെ ഒപ്പിക്കുന്നത്? ആ പിഷാരടി മാഷിന്റെ അടുത്തല്ലേ പഠിക്കുന്നത്. അയാൾ വലിയ പൈസ ഒന്നും മേടിക്കില്ലെന്നേ. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? ഈ പിഷാരടി മാഷോ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ. അയാൾ ആ ഫീസ് കുറയ്ക്കുന്നത്. നാളെ ഞാൻ അയാളെ കണ്ടപ്പോൾ കുറച്ച് പൈസ കടം ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറയുക, വലിയ ബുദ്ധിമുട്ടാ ഉസ്മാനെ, നീക്കി വെക്കാൻ പൈസ ഇല്ലാന്ന്. അതൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് കാശ് കടം തരാത്ത ആൾക്കാരൊക്കെ കൊള്ളരുതാത്തവരാണല്ലോ. ഡി, കാശ് കടം ചോദിക്കുവാൻ തന്നില്ലെങ്കിൽ മനുഷ്യബന്ധം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താടി? പടച്ചോനും യേശുക്രിസ്തുവും കൃഷ്ണനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ലേ ഡി? നിങ്ങൾ രാത്രിയിൽ വേദാന്തം പറയാതെ കുളിച്ചിട്ട് വന്ന് അത്താഴം കഴിക്കേ പോ. ഡി, അല്ല സൈനു, ഞാൻ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ആലോചിച്ചത്. അല്ല സൈനു, ഞാൻ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ആലോചിച്ചത്. ഈ ശ്രീകുട്ടിക്ക് സമ്മാനമായിട്ട് കാശ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? കാശോ? ആ, കാശ് തന്നെ. ഈ ബാനു വെച്ചി നമുക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലോ, അതിപ്പോഴാണം കിട്ടുമോന്നറിയാനാ.
നിങ്ങൾ എന്തുവാ മനുഷ്യ ഈ പറയുന്നേ? യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കാശൊന്നും ആരും കൊടുക്കില്ല. പിന്നെ ഭാനുചേച്ചി നമുക്ക് തരാനുള്ള കാശ് അതുള്ളപ്പം ഭാനുചേച്ചി ഇവിടെ കൊണ്ടുതരും. അല്ല, നിങ്ങൾക്കെന്താ ഇത്ര കാശിന് ഇത്ര ആവശ്യം? എടി, ഈ ആഴ്ച കടയിൽ സ്റ്റോക്ക് എടുക്കണം. എല്ലാ ആഴ്ചയിലും സ്റ്റോക്ക് എടുക്കുന്നതല്ലേ, അതേപോലെ ഈ ആഴ്ച അങ്ങ് നടന്നോളൂ. സേനു, എന്നാലുവേ നീ ഭാനു ചേച്ചിയോടൊന്ന് ചോദിക്കും. നിങ്ങൾക്കെന്താ ചോദിച്ചാല്? ഡീ, ഞാൻ എങ്ങനെയാടി ഭാനു ചേച്ചിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാ. സേനു, നിങ്ങൾ ഈ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് നിരങ്ങാൻ പോകുമ്പോഴേ നിരങ്ങാനോ? അങ്ങനെയല്ല, കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പം നീ തഞ്ചത്തി ഒന്ന് ചോദിക്കും. നിങ്ങൾ ഇത്രയും നേരം വലിയ വേദാന്തമൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ. ഇപ്പൊ ആ വേദാന്തമൊക്കെ എവിടെ പോയി? സേനു, എന്റെ കയ്യിലൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ? എടീ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, നിങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ? എന്റെ അല്ലോ പോവാ. ആ എന്റെ വാപ്പ അന്നേ പറഞ്ഞതാ ഈ നിക്കാവ് വേണ്ട വേണ്ട. ആ അല്ലെങ്കിലും നിങ്ങൾ നിക്കാഹ് കഴിച്ചിട്ട് എനിക്ക് വലിയ ഗുണമാ. അമ്മയ്ക്ക് എന്താ അമ്പലത്തിൽ നിന്ന് വന്നത് മുതലൊരു മൂഡ് ഓഫ്? എന്നാലും അരുൺ ഗോവിന്ദ് സാറിനെ അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത് രസാ സാറിന്റെ സംസാരം കേൾക്കാൻ. സാറിന്റെ പാട്ട് അമ്മ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, കൃഷ്ണപ്രഭയുടെ വീട്ടിൽ വെച്ച്. അവളുടെ കയ്യില് സാറിന്റെ പാട്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് കേൾക്കണ ഒരു കാര്യം, ഞാനൊരു ദിവസം കൃഷ്ണപ്രഭയുടെ വീട്ടിൽ വെച്ച് സാറിന്റെ ഒരു കീർത്തനം സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് കളിച്ചു. അവള് പറഞ്ഞു കൊള്ളാന്ന്. ഒരു ദിവസം സാറിന്റെ മുമ്പിൽ അത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുവോ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അമ്മ എന്തൊന്നും മിണ്ടാത്തേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇങ്ങനെ വീർപ്പിച്ചു കെട്ടിയിരിക്കുവാണല്ലോ. നീ പറയണതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. കേട്ടാ മാത്രം മതിയോ? നിങ്ങൾ അഭിപ്രായം കൂടി പറയണ്ടേ? നീ പറയ്, ഞാൻ കേട്ടോളാം. എനിക്ക് മനസ്സിലായി അമ്മയുടെ മൂഡ് ഓഫിന്റെ കാരണം. ഞാൻ പറയട്ടെ, അമ്മ ഇപ്പോഴും അച്ഛനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുക, അതല്ലേ കാര്യം? അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛന്റെ അനുഗ്രഹം ഉള്ളോണ്ടാ സാറിനെ പോലെ ഒരാളെ ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റിയേ. അത് ഇന്നത്തെ ദിവസം തന്നെ. പക്ഷേ സാറിനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കായിരുന്നു അല്ലേ? ഞാനതങ്ങ് മറന്നു. അമ്മ അതൊട്ട് ഓർമ്മിപ്പിച്ചതുമില്ല. സാധാരണ എന്നെ പഠിപ്പിക്കുന്ന സാറുമാരെ കണ്ട അമ്മ ഒത്തിരി സംസാരിക്കുകയും വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അമ്മ എന്താ സാറിനോടൊന്ന് സംസാരിക്കാത്തെ? നീ നേരത്തെ പറഞ്ഞില്ലേ അവരൊക്കെ വലിയ ആൾക്കാരാണെന്ന്, അതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നെ. അതും ശരിയാ. ആ സാറിന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര മൂഷിയായിട്ടാന്ന് തോന്നുന്നു. അവരും നമ്മളോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ദേ, നീ വർത്തമാനം പറഞ്ഞോണ്ട് നിൽക്കാതെ വേഗം പോയി റെഡിയായേ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. നിനക്കിതെന്തു പറ്റി? ശരിക്കൊന്ന് തൊഴുതതുപോലും ഇല്ലല്ലോ. ഹേയ്, ഞാൻ തൊഴുതല്ലോ. അമ്മയ്ക്ക് തോന്നിയതാ. സാധാരണ ഞാൻ തൊഴുത് തിരികെ വന്ന് എത്ര നേരം കഴിഞ്ഞിട്ടാ നീ തൊഴുതിറങ്ങുന്നത്? ഇന്ന് നേരത്തെ കാറിൽ വന്നിരുന്നല്ലോ. ചെറിയൊരു തലവേദന, കൂടുതൽ വെയിൽ കൊള്ളണ്ടെന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? ഹേയ്, അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി. അല്ല മോനെ, ഇന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ട കുട്ടി ആരാ? ഞാൻ കിടക്കട്ടെ, വല്ലാത്ത തലവേദന.
കാർമൂക്കിൽ വർണ്ണനന്നേരം രാധ എന്നൊരു നാരിയുമായി നീളേ നീളേ വനത്തിൽ നടന്നു മേളമോടെ കളിച്ചു രസിച്ചു നീല കാർമൂക്കിൽ വർണ്ണനന്നേരം രാധ എന്നൊരു നാരിയുമായി നീളേ നീളേ വനത്തിൽ നടന്നു മേളമോടെ കളിച്ചു രസിച്ചു നീ എന്താ സ്വപ്നം കാണുകയാണോ? ഏയ് ഒന്നുമില്ല. പിന്നെന്താ, തലവേദന കുറവില്ലേ? ഉണ്ട്, കുറവുണ്ട്. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അമ്മ വെറുതെ ചോദിച്ചു വഷളാക്കണ്ട. രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ട ആ കുട്ടിയെ അമ്മ ഏതാ? അവരെ കണ്ടതിന് ശേഷമാണല്ലോ നീ ഇങ്ങനെ. ആ കുട്ടിയുമായി ഒരു സമ്മാനം കൊടുത്ത ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭാനുമതി എന്ന പേര് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്ന കരുതി. അപ്പൊ ഞാൻ സംശയിച്ചതുപോലെ തന്നെ. ആളെ കണ്ടിട്ടില്ലെങ്കിലും ആ പേര് കുറെ ഞാൻ കേട്ടിട്ടുള്ളതാ. ആ പേരും പറഞ്ഞ് നീ എന്നെ കുറെ തീയും തീറ്റിച്ചതാ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം. ഇതിനാണോ നീ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കരുതെന്ന്. അന്ന് ഭാനുവിന്റെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ ആ നിമിഷം ഭാനുവിനെ ഞാൻ മറന്നുവാ. പിന്നെ ഈ നിമിഷം വരെ തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടുകൂടിയില്ല, ഇനി ചിന്തിക്കുകയില്ല. പിന്നെ നീ അഞ്ജനയെ തിരിച്ചു വിളിക്കാൻ പറയുമ്പോ എന്തിനാ ഇത്ര എതിർപ്പ് കാണിക്കുന്നേ? താലി കെട്ടി കൂടെ പറപ്പിച്ചാലേ ഭാര്യയെന്ന് അർത്ഥമില്ല. താലി കെട്ടിയാൾ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി കൂടെ ജീവിക്കുമ്പോഴാ യഥാർത്ഥ ഭാര്യയാകുന്നത്. നിലവിളക്കം പിടിച്ച് ഈ വീട്ടിലേക്ക് കയറിയ അന്നു മുതൽ ഇറങ്ങിപ്പോയ നിമിഷം വരെ എനിക്കോ അമ്മയ്ക്കോ സ്വൈര്യം തന്നിട്ടുണ്ടോ? പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. അപ്പൊ തിരിച്ചിങ്ങോട്ട് വരുന്നതും അങ്ങനെ തന്നെ മതി. മോനെ, എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് നീ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. വിട്ടുവീഴ്ചകള് എന്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായാൽ മതിയോ? അതല്ലേ ഞാൻ അഞ്ജനയെ ഇടയ്ക്ക് വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത്. അവളെ കൂടി എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാനാ ഞാൻ നോക്കുന്നത്. അതിനിടയില് നീ ഈ പഴയ ബന്ധങ്ങളും മറ്റും. നീ ആ കുട്ടിയെ അമ്മയോ ഇനി കാണാൻ ഇട വരരുത്. ആരെ കാണണം, എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗം. ദാറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതാരുടെ മുമ്പിൽ ഞാൻ അടിയറ വച്ചിട്ടില്ല, അമ്മയുടെ മുമ്പിൽ പോലും. ഓ, എന്ത് മഴയാ! ആഹാ, ഇതാര് ശ്രീകുട്ടിയാ? നല്ല മഴയുണ്ടല്ലേ. നീ എവിടെ പോയിട്ട് വരിക? അതെന്തൊക്കെ അങ്ങനെ ചോദിച്ചേ? കണ്ടറിഞ്ഞൂടെ കോളേജിലേക്ക് പോവാന്ന്? കോളേജിലേക്ക്?
അതിന് ശ്രീകുട്ടി ഈ വഴിക്കാണോ കോളേജിൽ പോകുന്നത്? ഇതുവഴി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതെന്താ ആവശ്യമാ? അല്ല, എന്നോട് പറയാൻ പറ്റാവുന്ന വല്ലതും ആണോ? ഇവിടെ അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്, അവളുടെ വീട് വരെ പോയതാ. ഇവിടെ അടുത്ത് ഏത് വീട്? അല്ല, ഈ ഭാഗത്തുള്ള ഒരുവിധപ്പെട്ട വീടുകളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. കൂട്ടുകാരുടെ പേരെന്താ? കൃഷ്ണപ്രഭ. എന്താ അറിയോ? ഓ, കൃഷ്ണപ്രഭ. അവളെ എനിക്കറിയാം. നമ്മുടെ വിശ്വനാഥൻ ചേട്ടന്റെ മോളല്ലേ? ആ കുട്ടിയാ. ഇന്നെന്താ ആ കുട്ടി കോളേജ് വരുന്നില്ലേ? ഇല്ല, അവൾക്ക് സുഖമില്ല. ഓ, ശരി ശരി. പിന്നെ ശ്രീദേവിക്ക് ഡാൻസിന് സമ്മാനം കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്താ ഡാൻസ് കാണാൻ വരാതിരുന്നേ? വരാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷേ കടയിൽ ഭയങ്കര തിരക്കായിപ്പോയി, മാറി നിൽക്കാൻ പറ്റാതായിപ്പോയി. അതുകൊണ്ടാ. ശ്രീകുട്ടി ക്ഷമിച്ചേക്കണേ. ഏയ്, അത് സാരല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വളരെ നന്നായിരുന്നു എന്ന് സൈനവ പറഞ്ഞു. പിന്നെ സമ്മാനമായിട്ട് പൈസയൊന്നും കിട്ടിയില്ലേ? പൈസ ഒന്നും കിട്ടിയില്ല, സമ്മാനത്തിലല്ലല്ലോ കാര്യം. അതുപോലുള്ള വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കാനെങ്കിലും പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. സൈനുത്തല്ലേ ഇവിടെ? അവള് എന്തോ കമ്മിറ്റിക്കെന്ന് പറഞ്ഞ് പോയേക്കുവാ. മഴ തോർന്നു, കോളേജിൽ പോ സമയായി. എന്നാ ഞാൻ പൊക്കോട്ടെ? ഓ, അല്ല, താമസിച്ചെങ്കിൽ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം. സൈനബത്തെ വണ്ടിന്ന് ഉരുട്ടിയിട്ടതുപോലെ എന്നെ വീഴ്ത്താനാണോ? അതെ, അത് പിന്നെ എതിരെ വന്ന വണ്ടിക്കാരന്റെ കുറ്റമാ. സൈനബയ്ക്കാണെങ്കിൽ വണ്ടിയുടെ പിന്നെ ഇരിക്കാനോ അറിഞ്ഞൂടാ. വേണ്ട ഇക്ക, ഞാൻ നടന്നു പോയിക്കോളാം. ശ്രീകുട്ടിക്ക് പണ്ടത്തെ പോലെ എൻ്റെ അടുത്ത് സ്നേഹമില്ല. ശരിയാക്കി എടുക്കാം.